സബ്സ്ക്രൈബർ മറല്ലേ ചെല്ലേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സബ്സ്ക്രൈബേഴ്സ്. ഏയ് മഴ വരുന്നു ചാലു ലക്ക. ഷജ്ജു സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പോൾ അതിന് പരമായിട്ട് ഫുൾ കളർ കുട വേണം. അപ്പോൾ ഗൈസ് പുറത്ത് മഴ വരുന്നുണ്ട്, അപ്പോൾ 2 പേർക്ക് കുട വേണത്. ഇത് മോളതും ഇത് മോൻ്റെ. ഇങ്ങ് വാ, മയക്ക് ചണ്ടിയാണത്. തല ചണ്ടിയായി എന്ത് വിഷയം പാപ്പം മിടുപാടി മാഷാന്ത ബിയർ അല്ലേ. നീ സ്കൂളിലേക്ക് പോന്നാറാ? നീ സ്കൂളിലേക്ക് പോന്നാ ഇല്ലേ? എന്താ പോന്ന് നീ സ്കൂളിലേക്ക്? എപ്പോൾ പോന്ന്? ഓളെ യൂണിഫോമാണ് ഗൈസ്. ഓളെ യൂണിഫോമിന് ഷർട്ടിന് ഇട്ടിട്ടാണ് ഇവൻ്റെ നടത്തിയത്. LKG ഷർട്ടാണ്. അപ്പോൾ ഇത് പഴയ ഷർട്ടും കൊണ്ട് ഇവന് ഇടാൻ കൊടുക്കുന്നില്ല, കരയുന്നുണ്ട്. എന്തിടണോ ഓന് പാൻറ്റ് ഇടണം. അത്ര ചെടി ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പോൾ പാൻറ്റും കൂടി എക്സ്ട്രാ ഇടാം. എണി പാൻറ്റ് ഇടട്ടെ. എങ്ങനെ തവളക്ക തവളക്ക ഏതവളക്കു ചുക്കുടു ഹായ് ആക്ക് എന്താ ഹായ് ആക്ക് ചാലോ. അസ്സലാമലൈക്കും ചെല്ലി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെല്ലി വെൽക്കം ബാക്ക് ചെല്ലി മോനെ. ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, എനിക്കും സുഖം, എൻ്റെ കുട്ടികൾക്കും സുഖം. അപ്പം ഇന്ന് 3 പേരുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ രാവിലെ എടുക്കാൻ ഇവൻ സമ്മതിക്കുന്നില്ല. ഇപ്പം കണ്ടില്ലേ, അങ്ങനെ കൊണ്ട് ഇന്നെന്തോ ചെറിയൊരു നല്ല മൂഡിലാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു ചെറിയ വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനല്ലേ, അപ്പോൾ അതിനുള്ള ഒരുക്കെല്ലാം കഴിഞ്ഞ് വള കാണിക്ക് ഗെറ്റ് റെഡി. ഇത് മോളാണ് കേട്ടാ. തീർച്ചയല്ലേ? എത്ര സ്റ്റാൻഡേർഡ്? പിന്നെ വേറെ സ്വാതന്ത്ര്യം പോലെ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ നടക്കല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ പെണ്ണിനെ സ്കൂളിലേക്കെല്ലാം നല്ല ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പേരും മഴ വരുന്നുണ്ട്. പുറത്ത് ഇങ്ങനെ കുട പിടിച്ച് നടന്നതിന് വലിയ മഴയൊന്നും ഇല്ല കേട്ടോ, ഒരു ചെറിയ മഴ. അപ്പോൾ ആ ഒരു മഴക്ക് അവന് ഇട്ട ഷർട്ട് മോളതാണ് കേട്ടോ. അവളെ യൂണിഫോമിൻ്റെ LKG ഷർട്ടാണ് അവൻ ഇട്ട് നടക്കുന്നത്. അതെപ്പോഴും രാവിലെ ഉണ്ടാവും ഈ ഒരു രൂപം. അവന് രാവിലെ ഇവള് സ്കൂളിലേക്ക് പോകുമ്പോൾ യൂണിഫോം ഇടുമ്പോൾ ഇവന് ഈ ഷർട്ട് എടുത്ത് വരും. അപ്പോൾ എനിക്കും യൂണിഫോം സ്കൂളിലേക്ക് പോകുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല പറയുന്നത്, അവന് ഇഷ്ടമില്ലാത്ത. അപ്പോൾ യൂണിഫോം ഇടാൻ വേണ്ടി അതിൻ്റെ പാൻറ്റൊക്കെ ഒന്നും ഇടില്ല. പാൻറ്റ് അവൻ്റെ സാധാ പാൻറ്റ് ഇടും. അപ്പോൾ ബ്ലൂ പാൻറ്റൊന്നും അങ്ങനെ കേൾക്കുന്നില്ല. ഷർട്ട് ഇട്ടേ പറ്റും. അപ്പോൾ അയിനിങ്ങെല്ലാം ആക്കിയിട്ട് ഇടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 10 മണി വരെ ഉണ്ടാവും ഈ ഷർട്ട് ഇട്ടിട്ട്. പിന്നെ അത് ഊരി കളഞ്ഞിട്ട് അവൻ്റെ വേറെ ഏതെങ്കിലും ഇടും. ഇത് LKG ഷർട്ടായതുകൊണ്ട്, പഴയ ഷർട്ടായതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ സ്ലിപ്പായിട്ട് ഫോൺ പഴയ ഷർട്ടായും കൊണ്ട് ഇടാൻ കൊടുക്കുന്നുണ്ട്. വാനിന് വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ട്. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇവളൊരു സ്പീച്ച് ഞാൻ കേൾപ്പിക്കാം. സ്പീച്ച് ചെല്ലണോ? ഓക്കെ, തുടങ്ങും. Good morning everyone. My name is Shazni Fatima. Today is 15th August. I wish you all a very happy Independence Day.
India got freedom on this day 1947. It is a national festival of India. I love my country very much. Jai Hind. Thank you. അപ്പോൾ മോളുടെ സ്പീച്ച് എങ്ങനെയുണ്ട്? ഇന്ന് സ്കൂളിൽ പറയാനുള്ളത് കേട്ടോ. പിന്നെ സ്കൂളിലൊക്കെ സ്പീച്ച് ഉണ്ട്. അപ്പോൾ സോങ് വേണമെങ്കിൽ സോങ് പാടാം, പിന്നെ സ്പീച്ച് വേണമെങ്കിൽ സ്പീച്ച് പറയാം. അപ്പോൾ ഡാൻസ് വേണമെങ്കിൽ ഡാൻസും ചെയ്യാം. അപ്പോൾ ഇവള് മുമ്പത്തെ കുറി സോങ്ങല്ലേ നീ പാടിന? സോങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കുരി സ്പീച്ച് ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്ക് ഏത് പെർഫെക്റ്റ് തോന്നുന്നു അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സ്പീച്ച് ചെയ്തു. അങ്ങനെ ഇന്ന് ഇക്കൊരു സ്പീച്ചാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ വാടക വീടാണ്. അപ്പോൾ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ആ തലയിൽ ഈ തലയിൽ വരെ. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കെല്ലാം അങ്ങോട്ടും ഇങ്ങനെ നോക്കാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ അങ്ങനെ ആയിരുന്നു ഗൈസ്. അപ്പോൾ മിഞ്ഞാന്നിങ്ങനെ ഞാൻ വ്ളോഗിലേക്ക് സംസാരിക്കുമ്പോൾ ഒരാൾ മുകളിലുണ്ട് കേട്ടോ. മുകളിലും വാടക വീടുണ്ട്, താഴെ 3 എണ്ണം, മുകളിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ മുകളിലത്തെ ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇത് ആരോടെ സംസാരിക്കുന്നത്? ഞാനൊരു വക ചമ്മിപ്പോയി. എന്ത് പറയണമെന്നറിയില്ല. അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് പറയണമെന്നറിയുന്നില്ല. ഫോനെ നോക്കിയിട്ട് സംസാരിച്ചു പോയി ഞാൻ. ആദ്യത്തെ കൺമണി. വെറുതെ ചുമ്മാ കുട പിടിച്ചിട്ടിങ്ങനെ കേട്ടോ. നല്ല വെയിലുണ്ട്. ഇപ്പോൾ വെയിൽ വന്നു. ഇടയിലൊരു മഴ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര കുടൻ്റെ ഒക്കെ ഓർമ്മയായി. ഇപ്പോൾ വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. എന്നിട്ട് അതിന് വെറുതെ കുട പിടിച്ച് 2 പേര് നിൽക്കുന്നുണ്ട്. അത് കണ്ടോ, 2 പേരും ചക്കിനൊത്ത ചങ്കരയാ. എന്ത് അവിടെ നിന്ന് മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഓരോരോ ഡ്രോപ്പ് ആയിട്ടിരുന്നത്. അപ്പോൾ അതിന് മഴത്തുള്ളി പോലെ അവർ ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ വേറെന്തുണ്ട് വിശേഷം? എൻ്റെ ഇങ്ങനെ ചെറിയ വിശേഷം. പിന്നെ വേറെന്തുണ്ട് പറയാനും? ഇനി ഉച്ചക്കത്തെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. എന്നെല്ലാം ഒക്കെ തുടങ്ങണം. ഇവൾ പോയ പിന്നാണ് നമ്മളെ പാത്രം കഴുകലും അടിക്കലും തോർത്തലും പിന്നെ ചോറ് കറി ഒക്കെ ഇവൾ പോയ പിന്നെ തുടങ്ങണം. ഇതിന് മുമ്പ് തുടങ്ങാനൊന്നും പറ്റത്തില്ല. പിന്നെ എന്തൊക്കെയുണ്ട്? വേറെ എന്തുണ്ട്? ഇതാ ഇവിടെ വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. വാന് വരുമ്പോൾ ഒരു 9:30 ആകുന്നുണ്ട്. ഓള് എല്ലാം റെഡിയായിട്ട് 8:45 തന്നെ റെഡി ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 9:30 മണി വരെ ഇവള് വെയിറ്റിംഗ് ആക്കും. പിന്നെ മോന് അവിടെ അപ്പുറത്ത് ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി. മോന് വല്ല ഷേക്കാകുന്നുണ്ട്. കാരണം എനിക്ക് ഇവിടെ വെക്കാൻ സ്പേസ് ഇല്ല. അപ്പം എൻ്റെ കയ്യിലിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിക്കുമ്പോൾ ഫോന് നല്ലോണം ഷേക്കാകുന്നുണ്ട്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓൾ കുറേ വീഡിയോന് വരുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പ്രേതം പോലെ പോകും. വേണ അവൾ ഇരുത്ത ഞാൻ കാണിച്ചു തരാം. റാണി ഇരുന്നുണ്ട. വെറുതെ ഒരു രാവിലെ തന്നെ ഒരുങ്ങി നിന്നോളൂ കുറച്ച് നേരം. ഞാൻ കുറച്ച് കയ്യട്ടെന്ന് പറഞ്ഞാലും ഇവൾ കേൾക്കില്ല. ആയിരുന്നു വങ്ങാല കുറുക്കൻ്റെതാ. നിന്നെ വിളിച്ചിനാ? ഇല്ലേ? മുറുകന. ഇവള് പറയുന്നത് കുറുക്കൊക്കെ കല്യാണം. അങ്ങനെ എന്താ പറയാ, ഒന്നുമില്ല ഇപ്പൊ പറയാന്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാട്ടോ. പിന്നെ എന്തുണ്ട് വിശേഷം? വാന് വന്നിവിടുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ ഒരു പുതിയ വീഡിയോ ആയി, ഒരു ചെറിയ വീഡിയോ ആയി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.